നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആരതിയോട് വന്നിരുന്നു. എന്നെ കുറെ അധിക്ഷേപിച്ചിട്ട് ഈ സാരിയൊക്കെ ഇവിടെ വലിച്ചെറിഞ്ഞിട്ടാ ഇറങ്ങിപ്പോയത്. വന്ന് വന്ന് ആർക്കും എന്തും എവിടെയും കാണിക്കാവുന്ന അവസ്ഥയാ. സ്വഭാവം ഇങ്ങനെയാണെങ്കിലേ അവിടെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് മെനക്കേടുണ്ടാക്കും. ഇപ്പോഴേ പറഞ്ഞില്ല എന്ന് വേണ്ട. അയ്യോ, ഞാനൊന്നും അറിഞ്ഞില്ല. അത് കുട്ടികൾ ഞാൻ അറിയാതെ പോയി ഓരോരോ കാര്യങ്ങളിൽ തലവെക്കുന്നതാ. അതൊക്കെ അബദ്ധങ്ങളിൽ ചെന്ന് കലാശിക്കുകയും ചെയ്യും. ഏതായാലും ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. ഞാൻ പ്രസാദിനോടൊന്ന് സംസാരിക്കട്ടെ. ആരേത്? വരൂ. അഞ്ചില് വരുമെന്ന് എനിക്കറിയായിരുന്നു. സോറി പ്രസാദേട്ടാ, ആദ്യമേ തന്നെ ഞാൻ ക്ഷമ പറയുക. ക്ഷമയോ? എന്തിന്? വീട്ടിൽ വെച്ച് പറയരുതാത്ത വാക്കുകൾ പറഞ്ഞതിന്, ആരതി പരുഷമായിട്ട് സംസാരിച്ചപ്പോ അവളെ തടയാതെ നോക്കി നിന്നതിന്. മനസ്സിലാക്കിയ ഒരു ശൂന്യതയായിരുന്നു ആ സമയത്ത്. എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് പറയാവുന്നത്, എന്താണ് പറയരുതാത്തത്, ഒന്നും തന്നെ നിശ്ചയമില്ലാത്തൊരവസ്ഥ. അതിനിടയ്ക്ക് ആരതി ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്നറിഞ്ഞു. എല്ലാത്തിനും പ്രസാദേട്ടൻ ക്ഷമിക്കണം ഞങ്ങളോട്. ഓ, ക്ഷമയുടെ ഒന്നും കാര്യമില്ല അഞ്ജലി. എല്ലാം കൈവിട്ടു പോകുന്നു തോന്നുന്ന ഒരു അവസ്ഥയില് ആരായാലും ഇങ്ങനെയൊക്കെ തന്നെ പ്രതികരിക്കും. ഞാനതൊന്നും കണക്കിലെടുക്കാറില്ല. പ്രസാദെ കണ്ടായിരുന്നോ? പ്രസാദേ, അഞ്ജലി കയറി വന്നപ്പോ ഞാൻ ചില കുത്തുവാക്കുകൾ പറഞ്ഞുപോയി. സോറി അഞ്ജലി, ആ നേരത്തെ ഒരു വികാരത്തിലേക്ക് പറഞ്ഞു പോയതാ. കണ്ടോ, ഇവിടെ ഇപ്പൊ എല്ലാരും വികാര ജീവികളാ. അതൊക്കെ മാറ്റിവെച്ചിട്ട് ആരതിയുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം എന്താന്ന് വെച്ചാ പറ. ഇപ്പൊ നമ്മുടെ ആവശ്യം അതാണ്. ആരതിയുടെ പ്രശ്നത്തിന് ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ. ആരതിയെ കൊച്ചേട്ടന് കൊടുക്കുക, അവരുടെ കല്യാണം നടത്തുക. അല്ലാതെ വേറെ എന്ത് പരിഹാരം ഇതിനുള്ളത്? അതെ, ഞാനും കാണുന്ന പരിഹാരം അത് തന്നെയാ. പക്ഷെ അതിനവള് സമ്മതിക്കണ്ടേ? അതാണ് ഈ വിഷയത്തിലെ കീറാമുട്ടി. അവള് മാത്രമല്ല, മുരളി ഇടംതിരിഞ്ഞ് നിൽപ്പാണ്. അവന്റെ സമ്മതവും നമ്മൾ നിർബന്ധിച്ച് വാങ്ങേണ്ടി വരും. മുരളിയുടെ കാര്യത്തിൽ എനിക്ക് ആശങ്ക ഒന്നുമില്ല. പ്രസാദ് ഒന്ന് കടുപ്പിച്ച് പറഞ്ഞാൽ വിവാഹത്തിനൊന്നല്ല വിഷം കുടിക്കാൻ പോലും അവൻ തയ്യാറാകും. അത്ര ഗ്യാരണ്ടിയാ. മനസ്സിലായി. അവിടെ ആര്യയുടെ കാര്യത്തിലും എനിക്ക് ഇതുപോലെ പറയാൻ പറ്റും. പക്ഷെ ആരതി, അവളെ അനുസരിപ്പിക്കാൻ എളുപ്പമല്ല പുഷ്പൻ ചേട്ടാ. ഏത് കാര്യത്തിലും അവൾക്കൊരു നിർബന്ധ ബുദ്ധിയുണ്ട്. അതിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കാൻ അത്ര എളുപ്പമല്ല ആർക്കും. അഞ്ജലി വിഷമിക്കണ്ട. ആരതിയുടെയും മുരളിയുടെയും കാര്യത്തില് ഞാൻ ചില സൂത്രപ്പണികളൊക്കെ ആലോചിക്കുന്നുണ്ട്. അഞ്ജലിയും പ്രസാദും അതിനൊപ്പം ഒന്ന് നിന്നു തന്നാ മതി. എന്താ, പറ്റുമോ? ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ? അതിനുള്ള എന്ത് സൂത്രപ്പണിക്കും ഞാൻ കൂട്ടുനിൽക്കും. ഞാൻ റെഡിയാ പുഷ്പൻ ചേട്ടാ. എന്നാൽ കലണ്ടറിൽ മാർക്ക് ചെയ്തോ, ഇന്ന് 10 ദിവസത്തിനുള്ളിൽ നമ്മൾ ആരതിയുടെയും മുരളിയുടെയും കല്യാണം നടത്തും. അതിന്റെ തിരക്കഥാ സംഭാഷണം സംവിധാനം ഈ പുഷ്പൻ നിർവഹിക്കും. സംഭാഷണ സംവിധാനമൊക്കെ ഇഷ്ടം പോലെ ചെയ്തോ. പക്ഷേ നമ്മൾ അവരുടെ കല്യാണം നടത്തുകയാണെന്ന കാര്യം മുരളി ആരതി അറിയരുത്. എല്ലാം മംഗളമായി നടന്ന ശേഷം മതി അവരറിയുന്നത്. അതെ, അങ്ങനെ മതി. അല്ലെങ്കിൽ ആരതി വല്ല കടുങ്കയും ചെയ്തോളയെന്ന് ഉറപ്പാ. എങ്കിൽ തിരക്കഥ അങ്ങനെ സെറ്റ് ചെയ്ത് കളയാം. പക്ഷേ കഥ നടക്കാൻ പോകുന്ന അഞ്ജലിയുടെ വീട്ടിൽ നിന്ന് നമുക്കൊരു ഗസ്റ്റ് അപ്പിയറൻസ് വേണ്ടി വരും. ഒരല്പം അഭിനയം അറിയാവുന്ന വ്യക്തി. അങ്ങനെ ആരുണ്ട് അവിടെ? അത് ഞാൻ പറയാം. പുഷ്പൻ ചേട്ടൻ ഈ പറഞ്ഞ രീതിയിൽ വേഷം കെട്ടാൻ അവിടെ ഒരാളെ ഉള്ളൂ. നമ്മുടെ സീതമ്മ തന്നെ. എന്താ, കാസ്റ്റ് ചെയ്യാൻ പറ്റുമോ? സീതമ്മ സെലക്ടഡ്, ഡൺ. അവളുടെ കഴുത്തിൽ ഞാൻ കെട്ടുന്ന താലിയും ആ പാരമ്പര്യത്തിന്റെ തീയിൽ തന്നെ ഉരുകി തെളിഞ്ഞ് വിളങ്ങണം. ശരി, തട്ടാൻ എന്തൊക്കെ വേണോന്ന് അന്വേഷിച്ച് എല്ലാം ഒരുക്കി വെക്കണം. മണിച്ചനാണ് ചുമതല. ഓ, ചെയ്തോളാമേ.
എന്തൊക്കെയാ മണിച്ച ഈ നടക്കുന്നത്? തട്ടാനെ വീട്ടിൽ വിളിച്ചു വരുത്തി തങ്ക ഒരുക്കി താലി പണിയുക എന്നൊക്കെ വെച്ചാ ഞാനും അത് തന്നെ ആലോചിക്കുന്നു ഭവാനിയമ്മേ. പക്ഷേ കമാന്ന് മിണ്ടാൻ പറ്റില്ലല്ലോ. ഞാൻ വേറൊരു ജോലിക്കാരനല്ലേ. അവിടെ പോകാൻ പറഞ്ഞാൽ അവിടെ പോവും, അത് ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യും. അല്ലാതെ അതിലൊന്നും എൻ്റെ അഭിപ്രായത്തിനോ ഇഷ്ടത്തിനോ ഒരു പ്രാധാന്യവും ഇല്ല. ഭവാനിയമ്മ മനസ്സ് വെച്ചാലേ ഇതിലെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും. ഞാൻ എന്ത് ചെയ്യണമെന്നാ മണിച്ചൻ പറയുന്നത്? ഭവാനിയമ്മേ, ഈ സ്വർണ്ണ ഒരുക്കി താലി പണിയുന്നത് ഒരു അപകടം പിടിച്ച പണിയാ. അതിൽ നിന്ന് മേഘ സാറിനെ പിന്തിരിപ്പിച്ചേ മതിയാവൂ. അതാണ് ഭവാനിയമ്മയ്ക്ക് മാത്രം കഴിയുന്ന കാര്യം. ഇത് ആവശ്യമില്ലാത്തൊരു കാര്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ അപകടം എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്ത് അപകടമെന്ന്. കൊള്ളാം. എന്റെ ഭവാനിയമ്മേ, ആ സുഭദ്രാമ്മയുടെ പ്രേതാത്മാവിന്റെ ശക്തിയെക്കുറിച്ചൊക്കെ ഭവാനിയമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? എത്ര പ്രാവശ്യം ആ ആത്മാവ് പാതിരാത്രി വന്ന് ഭവാനിയമ്മയെ പേടിപ്പിച്ചിട്ട് പോയതല്ലേ? ഇനിയിപ്പം മേഘൻ സാറ് നിർബന്ധപൂർവ്വം രാധയെ കല്യാണം കഴിക്കാൻ ഇറങ്ങി തിരിച്ച ആ സുഭദ്രാമ്മയുടെ പ്രേതാത്മാവ് അടങ്ങിയിരിക്കൂ? അവരുടെ കണ്ണും കയ്യും പല്ലും നഖവും നീളുന്നത് ആരുടെയൊക്കെ നേരാണെന്ന് ആർക്കറിയാം? എല്ലാ അനുഭവത്തിൽ വരുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ. ഓ, ഞാൻ ആ കാട്ടിന് നടുക്കൂടെ ഫോട്ടോയും തൂക്കി നടന്നപ്പോ നേരിട്ട് കണ്ടതാ സുഭദ്രാമ്മയെ. നേരിട്ട് കണ്ടോ? കണ്ടോന്ന്? അത് നമ്മളിവിടെ പിന്തുടർന്ന് വന്നതല്ലേ. ഓ, അത് ആവർത്തിക്കാതിരിക്കാൻ സുഭദ്രാമ്മേരെ ആ പടത്തിലേക്ക് നാഞ്ചി നായക്കർ സ്വാമി ഒരു പൊട്ടു തൊട്ടിട്ടുണ്ടായിരുന്നു, ഒരു കറുത്ത തിലകക്കുറി. ആ പൊട്ടിലാണ് സ്വാമിയാര് സുഭദ്രാമ്മയുടെ പ്രേതാത്മാവിനെ ബന്ധിപ്പിച്ച് പൂട്ടിയിരുന്നത്. മേഘൻ സാറ് പക്ഷേ ആ പൊട്ട് കഴിഞ്ഞ ദിവസം മായ്ച്ചു. സുഭദ്രാമ്മയുടെ പ്രേതാത്മാവിന്റെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു. ഇപ്പൊ അതിന് പഴയതിനേക്കാൾ ശക്തി കിട്ടിയിട്ടുണ്ടെന്നുള്ള ഉറപ്പാ. സത്യമാണോ മണിച്ചൻ ഈ പറയുന്നത്? 101% നേര്. സത്യം. അല്ലെങ്കിൽ നോക്കാം ഫോട്ടോയില്. ഇനിയിപ്പോ സാറ് തുനിഞ്ഞിറങ്ങി രാധയ്ക്ക് താലി ഒരുക്കുന്നതും രാധയെ കല്യാണം കഴിക്കുന്നതും ആ പ്രേതാത്മാവ് തടയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇന്ന് രാത്രി തന്നെ അത് വന്നിട്ട് എല്ലാം തകർക്കുന്നുള്ള ഉറപ്പാ. മേഘ സാറ് ഭവാനിയമ്മയ്ക്ക് മാത്രമല്ല, ഇതിനെല്ലാം കൂട്ടുന്നതിന്റെ പേര് എനിക്കും കിട്ടും അവരുടെ ശിക്ഷ. അതുകൊണ്ട് ഭവാനിയമ്മ ഇടപെട്ട് എങ്ങനെയെങ്കിലും മേഘ സാറിനെ കല്യാണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം പ്ലീസ്. എന്നാലേ എല്ലാവർക്കും അല്പമെങ്കിലും ആശ്വാസം കിട്ടും. ഇല്ലെങ്കിൽ നമ്മളിൽ ഒരാൾ കട്ടയ്ക്ക് ചോര ഛർദ്ദിച്ച് മരിക്കും എന്നുള്ളത് ഉറപ്പാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.